ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഡൈസ് ഇറേ അല്ലെങ്കിൽ ദിയാസ് ഇറേ എന്തരടേ എന്തിനാണെങ്കിലും വല്ല പൂച്ചാണ്ടിന്ന് ക്വാക്കാച്ചി എന്നൊക്കെ പേരിട്ടുവിടാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യനെ എന്തൊരു പേരെണ്ണ ഇത്? ഇതൊരു വ്രാത്ത് ഓഫ് ദ ഡെത്ത് എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഫുൾ ഫോം. ഈ ഡേയസ് ഇറേരെ ഫുൾ ഫോം ഡേ ഓഫ് വ്രാത്ത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. ഇങ്ങനെ മൂന്നാമത്തെ പടം എന്തോ ആണ് കേട്ടോ, അത് മൂന്നല്ല നാലാമത്തെ പടം എന്തോ ആണ്. ഭ്രമയുഗം അറിയാലോ, ഭൂതകാലം, ഭ്രമയുഗം, റെഡ് റെയിന്, പിന്നെ ദേസ് എറെ. ഇതാണ് പുള്ളിയുടെ ഒരു പരിപാടി. അഭിനയിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ പൊള്ളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പോയിന്റിൽ ഐ വാസ് ലൈക്ക് ഇങ്ങനെ അഭിനയോടാന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോണ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് പ്രണവ് ഈ സിനിമയെ തന്നേക്കണം. പിന്നെ സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ട്, ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു അഭിനയമായിരുന്നു ഡെഡ് ബോഡി ആയിട്ട്. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒരാളുണ്ട്, ഞാൻ പറയുന്നില്ല അതാരാണെന്ന്. ജിബിൻ ഗോപിനാഥ് ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഉണ്ട കണ്ടിട്ടുള്ള ഈ സാധനമൊക്കെ പൊളിയായിരുന്നു. ജയ കുറുപ്പ് ചേച്ചി വേറെ ലെവൽ ചേച്ചി. ഓ എന്തോന്നായിരുന്നു അത്, പൊളിച്ച് എന്തൊരു എനർജി, എന്തോ സാധനമായിരുന്നു അത്, പൊളിയായിരുന്നു. അരുൺ അജികുമാർ ഒരു ചെറിയ സീനിൽ 2-3 സീനേ ഉള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കുറച്ച് പേരുണ്ട്. ഇതൊരു നമ്മുടെ കോൺജറിങ് യൂണിവേഴ്സ് പോലെ ഭൂതകാലം യൂണിവേഴ്സിലോട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. റൈറ്റർ രാഹുൽ സദാശിവൻ തന്നെയാണ്. എടുത്തു പറയേണ്ട കുറച്ച് ടീമുകളുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാറ്റിക് ഷോട്ടുകളാണ്, ഭയങ്കരമായിട്ടുള്ള മൂമെൻറ്റ്സ് ഷോട്ടുകളോ അങ്ങനെയൊന്നുമില്ല. ബട്ട് സ്റ്റാറ്റിക്കിൽ തന്നെ അവർ ഷാഡോ വെച്ചിട്ടുള്ള പ്ലേയും അവരെ ലൈറ്റിങ്ങിൽ കൊടുത്തിരിക്കുന്ന കുറേ മികവുകളൊക്കെ സൂപ്പർ, അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു ഈ പടത്തിൽ അവർ ചെയ്തേക്കണം. സോ ദ സിനിമാറ്റോഗ്രാഫർ ഇസ് ഷഹനാദ് ജലാൽ. കിഡിലം വർക്കായിരുന്നു കേട്ടോ, കിഡിലം വർക്ക്. അതേപോലെ കമ്പോസർ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് അണ്ണം കൊടുത്തേക്കണ ഒരു സാധനമുണ്ട് ഈ പടത്തിൽ, പൊളിച്ച് തോന്നുക. എന്ത് രസമായിരുന്നു അത്. ഓ ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിലെ ടെക്നിക്കലി നമ്മുടെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ വേറെ ഒന്നും ഇല്ല. പിന്നെ ഷഫീഖ് മുഹമ്മദ് അലിയാണ് എഡിറ്റർ, കിഡിലമായിരുന്നു. എടുത്ത് പറയേണ്ട ഒരു മനുഷ്യനുണ്ട്. പിന്നെ കോസ്റ്റ്യൂം, പ്രോസ്തറ്റിക്സ്, അതേപോലെ മേക്കപ്പ്. അത് പ്രോസ്തറ്റിക്സ് ഡാം എത്തോന്ന് വർക്കടാ നീയൊക്കെ ചെയ്ത് വെച്ചാൽ. അതൊരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തേക്കണതൊക്കെ ഞാൻ പറയും. ഇത് ടെക്നിക്കലി ഈ പടം ഇസ് നെക്സ്റ്റ് ലെവൽ. റോണക് സേവിയർ ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മറ്റേ ഇതിൽ കണ്ട ക്രെഡിറ്റിൽ. പിന്നെ ജയദേവൻ ചാക്കാടത്ത് സൗണ്ട് ഡിസൈനർ. ഒരു രക്ഷയിലാണ്. നിങ്ങൾക്ക് ഞാൻ വല്ല അവാർഡും തരാം, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തോന്നാണ് എടുത്ത് വെച്ചേക്കണം. ഇതൊരു മൈന്യൂട്ട് ഓഫ് ദ മൈന്യൂട്ട് സാധനങ്ങളുടെ സൗണ്ട് വരെ മിക്സ് ചെയ്ത് SFX-ഉം സൗണ്ട് ഡിസൈനിങ്ങും. മാൻ എൻ്റെ അമ്മോ, ആ ഒരു ഫീലിംഗ് ഒക്കെ മറ്റേ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് എന്ത് ടെക്നിക്കലി പടം ഉണ്ടല്ലോ. ഇങ്ങനെ പേട്ട പെർഫോമൻസസും പ്രണവ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി മാൻ, പൊളിച്ച്. എനിക്കൊന്നും പറയല്ല, എന്ത് പടമാണ് എടുത്ത് വെച്ചേക്കണമെന്നല്ലാതെ. അപ്പോൾ ഇത് ഭൂതകാലൻ്റെ അത്ര സംഭവമായിട്ടില്ല. ഭൂതകാലം മറ്റേ OTT-യിൽ ഈ വെളിച്ചത്തിൽ ഇരുന്ന് കണ്ട പടമാണ്. എന്നിട്ട് ഞാൻ 2 ദിവസം പേടിച്ച്. ഇതെന്ന് പറയണത് ഇതിൽ കുറേ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും പറയല്ല, പക്ഷെ 2-3 സീനുകളുണ്ട്. പ്രിസൈസ്ലി എനിക്കിഷ്ടപ്പെട്ട ഒരു 3 സീനുണ്ട്. മാൻ, അത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ തിയേറ്ററിൽ ആ സൗണ്ട് എഫക്ട്സിലും ആ വിഷ്വലിലൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിരുന്നു. ഇല്ലാൻ പടം കിട്ടില്ലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഹൊറർ. അല്ലാതെ വേറെ കുറേ കോമഡി എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടാക്കും, കുറേ എണ്ണം. ഹൊറർ കോമഡിയെ പറ്റിയല്ലേ പറയണത്. ഹൊറർ എന്ന് പറഞ്ഞിട്ട് കോമഡി തരണ കുറേ എണ്ണമുണ്ട്. അതല്ല ഇതാണ് ഹൊറർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന്
ഇവിടെ നിൽക്കും നമ്മൾ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ആ സാധനം. ബ്രഹ്മയുഗമൊക്കെ മാസ്റ്റർ ക്ലാസ്. അത് മമ്മൂക്കായതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ധൈര്യം ഉണ്ട് അത് പടം കാണാൻ. മമ്മൂക്കാരെ പടമല്ലേ കാണാൻ പോണ എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും പോയി കണ്ട പടം. പക്ഷേ ബ്രഹ്മയുഗത്തിന് ഇറ്റ്സ് എ മാസ്റ്റർ, അതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഐറ്റമാണ്. ബട്ട് ദിസ് ഈസ് പ്യുവർലി മറ്റേ രാത്രി കാലം ആകുമ്പോൾ തന്നെ നമ്മൾ അയ്യോ രാത്രി ആയടേ ഇപ്പോൾ വരുവടേ എന്ന് പറയണ ഒരു സാധനം ഉണ്ടല്ലേ. ഒരു സാധനം അത് മിക്കവാറും 2-3 ദിവസം എൻ്റെ മൈൻഡിൽ കാണും കേട്ടോ. ഒരൊറ്റ സാധനമേ ഉള്ളൂ, ഒരൊറ്റ ഫ്രെയിം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കണ ഒരു ഫ്രെയിം, ഈ പേരെഴുതി കാണിക്കുന്നതിന് മുന്നേ ഒരു സാധനം കാണിക്കും. അത് ഇത്തിരി മൈൻഡിൽ കിടക്കൂടെ. അത് അവർ നല്ല രസമായിട്ട് അത് മേക്കപ്പും പ്രോസ്റ്ററ്റിക്സും വെച്ചിട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന അഡീഷണൽ ഒരു ലെയർ ഓഫ് CGI പരിപാടിയും കൂടെ ആ ഒരു സാധനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതായിരിക്കും. അത് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലത് കൈപ്പത്തി പോലെ തന്നെ കിടക്കും. കുറച്ച് നാൾ കൈയൊന്നും ഇങ്ങനെ നോക്കാൻ പറ്റില്ല, ആ ലെവലിലാക്കി കളഞ്ഞു. അതാണ് വെച്ചാൽ അങ്ങനെ ആയിരുന്നു ചില ഹൊറർ സിനിമ. ഞാനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുള്ള 2-3 പടങ്ങളുണ്ട്. ഒന്ന് പാരനോർമൽ ആക്ടിവിറ്റി, എൻ്റെ അപ്പോൾ ആ പടം, പിന്നെ സിനിസ്റ്റർ, മാസ്റ്റർ സ്ട്രോക്ക് ഹൊറർ പടങ്ങൾ. ഈ സിനിമ അതിൽ വരും കേട്ടോ. രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല നമുക്ക് സമയം പോകണം അറിയൂലടേ. 2 മണിക്കൂറേ എന്തുള്ളൂ പടം. ചെറിയ പടമാണ്, പക്ഷേ മറ്റേ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇങ്ങനെ ഇരിക്കണോണ്ടേ ആ ഇൻ്റർവെൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. കൊള്ള കാര്യം, അത് നാന്ത് ഭംഗിയായിട്ടാണ് അവർ അതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. എൻ്റെ അടുത്ത പടത്തിൽ വല്ലതും ആ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യുമായിരിക്കും. ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എനിവേസ്, ഹോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാച്ചിയേഴ്സ്, ഒരു രക്ഷയില്ല. രാഹുൽ സദാശിവൻ ബ്രോ, അടുത്ത പടം ഒരു വെറൈറ്റിക്ക് വേറെ വല്ല ഒരു പ്രണയപടം വല്ലതും പിടിച്ചുകൂടെ? എന്തിനാണ് ഈ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ വരണത്? അങ്ങനെ എന്തൊരു എൻജോയ്മെൻറ്റാണ് ഇതിൽ നിന്ന് കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊരിടേ ഇനി പിന്നെ നല്ല വല്ല പേരെ കിട്ടണം കേട്ടോ. വായിക്കൊള്ളാമെന്നല്ല, ഭൂതമെന്നും പ്രാതമെന്നൊക്കെ തന്നെ വല്ലതും. എന്തോന്നത് സീരീസ് ലാറ്റിനാണെന്ന് തോന്നുന്നു. എന്തിനാണെങ്കിൽ സൂപ്പർ പടം, ഗംഭീര സൗണ്ട് ഡിസൈൻ. പിന്നെ പേടിയുള്ളവരൊന്നും ഈ ദൈവത്തിനോട് അങ്ങോട്ട് പോകരുത്. നല്ല രീതിയിൽ കൊച്ചു പിള്ളേരൊന്നും കൊണ്ട് പോകല്ലേ കേട്ടോ. ഈ സിനിമ ഭയാനകമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈവൻ ദോ 15+ ആണ് ഈ സിനിമ. 15+ അല്ലെങ്കിൽ 18+ എന്ന് ഞാൻ പറയും. കുറച്ച് നമ്മുടെ മൈൻഡിൽ കുറച്ച് നാൾ നിൽക്കും. ആ ലെവൽ ഓഫ് ഫ്രെയിമുകളും രൂപങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വെറുതെ പിള്ളേരെ കൊണ്ടുപോയിട്ട് അവരെ ട്രോമ അടിപ്പിക്കല്ലേ. മുതുക്കുകളായിട്ടുള്ളവർ പോവുക, എന്നിട്ട് പേടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊച്ചു പിള്ളേരെ കൊണ്ടല്ല പോകാനുള്ളത്. മനസ്സിലായ? സപ്പോർട്ടിന് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ഞാനൊരു ഗ്യാങ് ഓഫ് ആൾക്കാരെ കൊണ്ടാണ് പോയത്. എന്നെ കൊണ്ട് പറ്റൂല രാത്രി കുറേ സിനിമ കാണാൻ. ഇന്നലെ ബൈ ദ ബൈ ഹാപ്പി ഹാലോവീൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കിട്ടിലം പടം. വെരി നൈസ് ക്രാഫ്റ്റഡ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹൊറർ മൂവി. വൺസ് അഗെയിൻ രാഹുൽ സദാശിവൻ ഹാസ് പ്രൂവൺ ദാറ്റ് ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ഹൊറർ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഇനി ഏതടേ അടുത്ത പടം? നല്ല പടങ്ങളൊന്നുമില്ല ഇടയിൽ. ഡിസംബറിൽ ബബ്ബബ്ബ, അതുവരെ കാന്ത എന്തുകൊണ്ടില്ലേ ഈ മാസം? കാന്ത ഏതൊക്കെ പടമുണ്ട്. അപ്പോൾ ശരിയെന്ന്.